ഏകദേശം 10 മണിയോടുകൂടി ഇവിടുത്തെ ഉദ്ഘാടനം തുടങ്ങും. അതിന് മുന്നോടിയായുള്ള പതാക ഉയർത്തൽ ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പതാക ഉയർത്തൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടത്തുന്നത്. ഏതായാലും കുട്ടികളൊക്കെ തന്നെ ഏകദേശം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അധ്യാപകനും രക്ഷിതാക്കളും ഒക്കെ ഒപ്പമുണ്ട്. ഈ ഒരു കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കലാപ്രകടനം വേദികളിൽ നടത്തുന്ന ആളുകൾ മാത്രമല്ല, ഇത് കണ്ടു നിൽക്കുന്ന ഓരോരുത്തരിലും ആവേശം ഉണർത്തുന്ന ഒരു 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 കലാമാമാങ്കം വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നതാണ്. ഇപ്പം നമുക്കൊപ്പം സോണൽ കൃഷ്ണ, അതായത് ഈ തബല അല്ലെങ്കിൽ മൃദംഗമൊന്നുമില്ലാതെ ഹെൽമെറ്റിൽ മാത്രം താളം കൊട്ടുന്ന, അല്ലെങ്കിൽ ഹെൽമെറ്റും ഏതൊരു സാഹചര്യത്തിലും താളം കൊട്ടുന്ന, നമ്മൾ പ്രേക്ഷകരൊക്കെ കണ്ടതാണ് ഹെൽമെറ്റിലൊക്കെ താളം പിടിച്ച സോണൽ കൃഷ്ണയും ഒപ്പം സൗമ്യയും നമുക്കൊപ്പം ഉണ്ട്. സോണല്ലേ, എന്ത് തോന്നുന്നു ഈ മൊത്തത്തിലുള്ളൊരു ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട്? സംഭവം കിടല ആംബിയൻസ് ആണ്. അല്പസമയത്തിനകം നമ്മൾ പതാക ഉയർത്തും. ആ കൊടിമരത്തിനും ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം വീണയുടെ രൂപത്തിലാണ്, ഇതിന് മുന്നേ ഗിറ്റാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇക്കുറി എന്ന് പറഞ്ഞാൽ വീണയുടെ രൂപത്തിലാണ് കൊടിമരം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഓരോ ആളുകളുടെ മുഖത്ത് നമുക്ക് കൗതുകം കാണാം. ഈ കുട്ടികളൊക്കെ മത്സരത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ പോലും അവരിലൊക്കെ ഒരു കൗതുകമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതെ, കുട്ടികൾ മത്സരത്തിനുണ്ടെങ്കിലും നെഞ്ചിടിപ്പ് കൂടുതലും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം അല്പസമയത്തിനകം തന്നെ വേദി ഉണരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളെല്ലാം തന്നെ നിരനിരയായി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് SPCയുടെ കേഡറ്റുണ്ട്, മറ്റ് NSS, അതുപോലെ NCC എല്ലാ വിദ്യാർത്ഥികളും എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ പതാക ഉയർത്തിയാൽ ഉടനെ തിരി തെളിഞ്ഞു. പിന്നീട് അങ്ങോട്ട് വാശിയേറിയ മത്സരങ്ങളാണ്. മന്ത്രിമാരും മേയറും അടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം അവരൊക്കെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൊടി ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പോരാട്ടമാണ്. ആ പോരാട്ടം ഇങ്ങനെ മുറുകുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഭംഗി കൂടുക. പോരാട്ടമാണോ ഒപ്പം ഓട്ടമാണോ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് അല്ലേ? തീർച്ചയായും. ഇനി നമ്മൾ അങ്ങോട്ട് മാതൃഭൂമി സംഘം സർവ്വസജ്ജമാണ്. നമ്മളിനി ഈ വേദിയിൽ കൊടി ഉയർത്തുമ്പോൾ നമ്മളും മനസ്സുകൊണ്ട് കൊടി ഉയർത്തുകയാണ്. നമ്മുടെ ഒരു ഓടിത്തുടങ്ങും. അപ്പൊ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഓടിത്തുടങ്ങി. നമ്മൾ ഓരോ ഘട്ടമായി അതിന്റെ ഒരു കട്ടൻ റേസർ എന്ന പോലെ നമ്മൾ രാവിലെ മുതൽ പല അഭിമുഖങ്ങൾ നൽകി തുടങ്ങി. അതുപോലെ തന്നെ വേദിയിൽ നിന്നുള്ള ലൈവുകളുണ്ട്. ഇനി അങ്ങോട്ടും നമ്മൾ എല്ലാ വേദികളിലും നമ്മുടെ കണ്ണുണ്ടാകും. അവിടെ നിന്നൊക്കെ ഏറ്റവും രസകരമായ കഥകളുമായി മാതൃഭൂമി സംഘവും ഉണ്ടാവും. അതെ, ഒപ്പം കൗതുകമുള്ള വാർത്തകളും പ്രേക്ഷകരൊക്കെ കാണാതിരിക്കുന്ന മറ്റൊരു കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അതിനുള്ള വാർത്തകളൊക്കെ നമ്മൾ നൽകുന്നതായിരിക്കും.